സമീപകാലത്തൊന്നും കണ്ണൂർ ജില്ലയിൽ തന്നെ അത്ര വലിയൊരു അപകടം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു വലിയ അപകടമാണ്, അഗ്നിബാധയാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനടുത്ത് AV കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായി. 100-ലധികം വരുന്ന കടമുറികൾ, അതിൻ്റെ ഭാഗമായിട്ട് 10-40ഓളം അതിൻ്റെ ഉടമകൾ, അതായത് വാടകയ്ക്ക് അവിടെ കച്ചവടം ചെയ്യുന്നതുൾപ്പെടെ ഷാരിമാർ എന്ന് പറയുന്ന ഒരു കടയുടെ തന്നെ റൂമുകളുടെ എണ്ണം 22ആണ്. അവിടെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ജോലി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്, മാതൃകാപരമായ സ്ഥാപനം. അതുൾപ്പെടെയാണ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോയത്. ഈ ആളി പടരുകയും ആ കെട്ടിടങ്ങളെല്ലാം ആ സമുച്ചയം പൂർണ്ണമായിട്ട് 100-100ഓളം വരുന്ന റൂമുകളാകെ എല്ലാം കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ്, എല്ലാം കത്തി നശിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ SP ഉൾപ്പെടെ റൂറൽ SP ഉൾപ്പെടെ എല്ലാവരും, കണ്ണൂർ ജില്ല മാത്രമല്ല അതിലേറ്റവും ഫോഴ്സുള്ള നമുക്ക് തീ അണക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം എയർപോർട്ടിനാണ് ഉണ്ടായിരുന്നത്. അവരുൾപ്പെടെ കാസർഗോഡ് ജില്ലയുടെ ഈ മേഖലയിലുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്ന് 10-14 യൂണിറ്റുകൾ അഹോരാത്രം നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായൊരു പ്രതിരോധത്തെ തുടർന്നാണ് ഇന്നത്തെ തളിപ്പറമ്പ് ഇന്ന് നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കാൻ സാധിക്കും. ഈ അണക്ക് മാത്രമല്ല, ഈ പടരുന്നതിന് ഒരു തരത്തിലുള്ള സൗകര്യവും കൊടുക്കാത്ത മുൻകരുതലെടുക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം. ഇത്ര വലിയൊരു അപകടം സംഭവിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1-ാമത്തെ നിലയിലും 2-ാമത്തെ നിലയിലും 3-ാമത്തെ നിലയിലും ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല, ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. അത് ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, ഇവരെല്ലാം ഇവിടെ തന്നെ നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കെല്ലാം വേണ്ടി ഞാനിവിടെ സൂചിപ്പിക്കുകയും ചെയ്യും. വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും 400ഓളം ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അവരെല്ലാം ദിവസക്കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറൻ്റ് ഏബിൾഡായിട്ടുള്ള ജീവനക്കാരും അവരെ സംബന്ധിച്ചുകൊണ്ട് അവരോട് തന്നെ കൈകാര്യം ചെയ്യണം. മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു. നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കിരയായിട്ടുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് 2 ദിവസം കൊണ്ട് എല്ലാ ആളുകളുടെയും അപേക്ഷ എഴുതി വാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം. ഈ പിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം. സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം.
അവരെ അവിടെ പുനരുദ്ധരിക്കാൻ സാധിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നലെ നടത്തിയത്. ഇനി അങ്ങോട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചിപ്പോൾ കണ്ടിട്ടുള്ളത്. വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ക്ഷണിച്ചവർ മാത്രമല്ല പങ്കെടുത്തത്. എല്ലാ മേഖലയിലുള്ള ആളുകൾ, ജനപ്രതിനിധികളുണ്ട്, വ്യാപാരി വ്യവസായി സമിതിയുടെ, വ്യാപാരി വ്യവസായ യോഗം സമിതിയുടെ, ഇവിടെ തന്നെയുള്ള വ്യാപാരികൾ തന്നെ, അതിൻ്റെ അവിടെയുള്ള ജീവനക്കാർ, തൊഴിലാളികളുടെ, നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം ഏകണ്ഠമായോ ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടെ RDO അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയവരെല്ലാം ഒരേ സ്വരത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ യത്നം നടത്തി ഇവരെ സംരക്ഷിക്കാൻ പോകുന്ന നിലയിൽ വ്യാപാരികളെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ പോകുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതിന് മാധ്യമങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും വേണം. ഇന്നലെ ആദ്യം മുതൽ അവസാനം വരെ മാധ്യമങ്ങൾ നല്ലപോലെ ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊരു കൂട്ടായ ശ്രമം തന്നെയാണ്. അതിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ ചിലരെല്ലാം ഇതിൻ്റെ ഇടയിലും കാര്യങ്ങൾ ഒപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന പ്രശ്നമില്ല.